നമസ്കാരം. സമ്പത്തിന്റെ അധിപയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി. ദേവിയുടെ അനുഗ്രഹം ലഭിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതുമല്ല. എന്നാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതിയായി അഥവാ നിങ്ങളുടെ കർമ്മങ്ങളിൽ സംപ്രീതിയായി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മി വാസമുണ്ട് എങ്കിൽ കാണുന്നതായ നിരവധിയാർന്ന ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ ചില ലക്ഷണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. ഈ കാര്യങ്ങൾ അഥവാ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രകടമാവുകയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും മഹാലക്ഷ്മി ദേവിയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുകയും മുടക്കം കൂടാതെ ദേവിയെ ആരാധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഏതെല്ലാമാണ് ആ വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുന്നത് സുഗന്ധം തന്നെയാകുന്നു. ഒരു വീട്ടിൽ സുഗന്ധം പരക്കുക എന്നുള്ളത് ആ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യങ്ങളും വന്നു ചേരാൻ പോകുന്നതിന്റെ അഥവാ സാക്ഷാൽ ദേവതാ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. അതിനാൽ പ്രധാനമായും ആ വീടുകളിൽ മഹാഭാഗ്യം തന്നെ കടന്നു വരാൻ പോകുന്നു എന്നും ദേവിയുടെ അനുഗ്രഹത്താൽ പെട്ടെന്ന് ധനലാഭം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രത്യേകിച്ചും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ സമയത്തോ ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതായ സമയത്തോ സുഗന്ധം അനുഭവപ്പെടുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും. തീർച്ചയായും ദേവിയെ നിത്യവും ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ഉപ്പനാണ്. ഉപ്പനെ ഏവരും വളരെയധികം കാണാൻ ആഗ്രഹിക്കുന്നതായ ഒരു പക്ഷിയാണ്. കാണുന്നത് പോലും അത്രമേൽ ശുഭകരമാണ് എന്നാണ് പരാമർശം. എന്നാൽ ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ചും രാവിലെയോ വൈകുന്നേരമോ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലോ കാണുന്നു എങ്കിൽ, ഇനി അഥവാ ശബ്ദമാണ് എങ്കിൽ പോലും കേൾക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യത്തിനായി ഇറങ്ങുമ്പോൾ ഉപ്പനെ കാണുന്നത് പോലും ശുഭകരമാണ്. ശബ്ദം കേൾക്കുന്നു എങ്കിൽ പോലും ഏറ്റവും വിശേഷമാണ്. മഹാലക്ഷ്മി ദേവിയുടെ വാസം ആ വീടുകളിലുണ്ട്, മഹാലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ സാമ്പത്തികപരമായ പുരോഗതി, വലിയ മാറ്റങ്ങൾ തന്നെ ദേവിയുടെ അനുഗ്രഹത്താൽ ആ ഭവനങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചനയായി തന്നെ നിസ്സംശയം പറയാം. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു പല്ലി. നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ പല്ലിയെ കാണുകയാണ് എങ്കിൽ, തുളസിയുടെ ഇടയിലാണ് എങ്കിൽ പോലും പല്ലിയെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. തുളസിക്കടുത്ത് കാണുന്നതും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷത്തെ, അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിലുണ്ട് എന്നും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകൾ ഉയരാൻ പോകുന്നതിന്റെ സൂചനയായും പരാമർശിക്കാം. ആ വീടുകളിൽ നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം തന്നെ ഇല്ലാതായി എന്നും മൂദേവിവാസം ഇല്ല എന്നും ഇതിലൂടെ അർത്ഥമാക്കാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ചില വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ തന്നെ തോന്നാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അത് ദോഷകരമായ ഒന്നാണ്. എന്നാൽ നിത്യവും 2 നേരം വീടുകളിൽ മുടങ്ങാതെ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലാണ്, കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ 2 നേരവും വീടുകളിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങൾ തെളിയിച്ചതായ വിളക്ക് ദീർഘനേരം തെളിയുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ആ വിളക്കിൽ നീണ്ട നാളം പ്രകടമാകുന്നതും ശബ്ദമില്ലാതെ സ്വർണപ്രഭ കൂടുതലായും നൽകി അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലാണ് എന്നും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീടുകളിൽ നിറയുന്നതിന്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പുഷ്പങ്ങൾ വിടരുന്നു എങ്കിൽ, അതും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാണ്. കൂടാതെ വെളുത്ത പുഷ്പങ്ങളും ശംഖുപുഷ്പവും ധാരാളമായി വീടുകളിൽ വളരുന്നു എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്താൽ കൂടിയാണ് എന്നും
ദേവിയുടെ ചൈതന്യം ആ വീടുകളിലുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. വീട്ടിലേക്ക് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വന്ന് വീഴുകയാണ് എങ്കിൽ പ്രധാനമായും കാക്കയോ അല്ലെങ്കിൽ മറ്റു പക്ഷികളോ കൊത്തിക്കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിലും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ചൈതന്യമുണ്ട് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊരു കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പണം ലഭിക്കുന്നു എന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ചതായ ധനം അല്ലെങ്കിൽ പണം ഉണ്ടാകാം. എന്നാൽ ആ പണം പോലും തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കടം നൽകിയ പണമാണ് എങ്കിലും തിരികെ ലഭിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ആവശ്യമുള്ളപ്പോൾ ധനം ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും സഹായമായോ അല്ലെങ്കിൽ നിങ്ങൾ ലഭിക്കില്ല എന്ന് വിചാരിച്ച ധനമാണ് എങ്കിലും ലഭിക്കുകയും കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു എങ്കിൽ പോലും അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുക. പ്രധാനമായും നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷം പകരുന്നതായ ചില ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എങ്കിൽ അത് ചില സൂചന തന്നെയാണ് ലക്ഷ്മി ദേവി നൽകുന്നത്. പ്രധാനമായും വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ മുടക്കം കൂടാതെ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ പോലും അത് ശുഭകരമായ ലക്ഷണമാണ്. നിത്യവും ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സമയങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുവാൻ സാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സമയത്ത് കുട്ടികൾ വന്ന് കയ്യിൽ പിടിക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ ദീർഘനേരം ഏകാഗ്രതയോടെ മറ്റ് ചിന്തകൾ ഒന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുവാൻ സാധിക്കുന്നു എങ്കിൽ പോലും അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ക്ഷേത്രത്തിൽ നിന്നാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് അവസരങ്ങളിലും മധുരം ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്രകാരം നിങ്ങൾക്ക് അപ്രത്യക്ഷമായി ലഭിക്കുകയാണ് എങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വീടുകളിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പക്ഷിയാണ് തത്ത. തത്ത വീടുകളിൽ വളരെ ചുരുക്കമേ കാണൂ. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ തത്തയുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അഥവാ തത്തയെ പല അവസരങ്ങളിലോ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും കിഴക്ക് വശത്ത് കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി ഭാഗ്യം തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാകാം. എന്നാൽ ആ കാര്യങ്ങൾ തിരികെ ലഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ കൈവശം വന്ന് ചേരുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ദേവിയുടെ അനുഗ്രഹത്തെ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെ സൂചിപ്പിക്കാം. നിത്യവും ദേവിയെ ആരാധിക്കുകയും പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക.